എൻ്റെ അച്ഛനും നമുക്ക് ഫ്രണ്ട്സാ, അതേപോലെ ഞാനും ഫ്രണ്ട്സാ, ഒരു മാറ്റമല്ല. കണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈലത്തൂര് ബി സിനിമാസിലാണ്. എന്താണെന്നല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയുടെ സൂപ്പർ ഹിറ്റായതിൻ്റെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. മറ്റൊന്നുമില്ല, ഒരു കേക്ക് മുറിക്കൽ ചടങ്ങ് ഫാൻസ് എല്ലാവരും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. ഓക്കെ. ചേട്ടാ നമസ്കാരം. ഏതായാലും ബസൂക്കയുടെ ഒരു ഗംഭീര വിജയാഘോഷം ഇവിടെ നടക്കുകയാണ് തോന്നുന്നു. വിഷു ആയിട്ട് എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേക ആഘോഷം? എന്താണ് ഇവിടെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് ചാവക്കാട് ഗുരുവായൂർ മേഖലാ കമ്മിറ്റി ഇവിടെ നിന്നൊരു സെലിബ്രേഷൻ പരിപാടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കല. അപ്പോൾ നമ്മളെ ബസൂക്കയുടെ വിജയാഘോഷമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടികളാണ്. എത്ര നാളായി നിങ്ങളെല്ലാവരും ഈ ഒരു മമ്മൂക്ക ഫാൻസ് ആയിട്ട്? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. പിന്നെ ഫാൻസിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 10-18 കൊല്ലത്തിന് മേലായി ഉണ്ടാവും. നിങ്ങൾ ഈ ചാവക്കാട് അല്ലെങ്കിൽ ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ മമ്മൂക്ക ഫാൻസ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. 18 വർഷം. നമ്മുടെ ഏരിയ കമ്മിറ്റി ആയിട്ട് ചാവക്കാട് ഏരിയയിൽ തിയേറ്റർ വന്നത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മളെ യൂണിറ്റ് ഈ ബി സിനിമാസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. അതിൽ താഴത്തെ പടം ബസൂക്ക വന്നു. ആ പടത്തിൻ്റെ ഒരു വിജയാഘോഷമാണ് നമ്മൾ ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് തിരക്ക് തന്നെയാണ് ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക മറ്റേ ഒരു ബസൂക്കയുടെ ഒരു സെക്കൻഡ് ഹാഫിൽ മമ്മൂക്കയുടെ ഒരു പ്രകടനം അതിഗംഭീരമാണെന്ന് പറയുന്നത്. എന്താണ് ഫാൻസായി നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ് മമ്മൂക്കയുടെ അയിഞ്ഞാട്ടം തന്നെ ആയിരുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മമ്മൂക്കാനെ കാണാൻ. അത് തിയേറ്ററിൽ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സീറ്റിൽ നിന്ന് എണീറ്റ് കൈയടിക്കും. ആ ജാതി പ്രകടനമായിരുന്നു മമ്മൂക്കയുടെ. ആരും പ്രതീക്ഷിക്കാത്തൊരു സസ്പെൻസ് ആയിരുന്നു അവിടെ കൊണ്ടുവന്നിട്ടത്. അത് ഞങ്ങൾ അയിഞ്ഞാടി. ഞങ്ങൾ തിയേറ്ററിൽ മമ്മൂക്ക അയിഞ്ഞാടി, ഞങ്ങളും അയിഞ്ഞാടി. മറ്റേ സിനിമയില്ല, മമ്മൂട്ടി ഫാൻസ് പറഞ്ഞാൽ അവർ ആക്റ്റീവ് വർക്കേഴ്സാണ് അവർ. കാരണം ഇവിടെ ഞാൻ വന്ന സമയത്തുള്ള 1 മാസം മുന്നേ അവർ ഇവിടുത്തെ ഫ്ലെക്സ് അടിച്ച് വെച്ച് ഇന്ന ദിവസം ഇന്ന ഷോയ്ക്ക് റിലീസിന് രാവിലെ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷുവിന് നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ആ തിരക്ക് ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് മുതലുള്ള തന്നെയാണ്. ഒരു തിയേറ്റർ മാനേജർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് നല്ല വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് പടം. ഞാൻ മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണൽ ചേർന്നിട്ട് 25ാമത്തെ കൊല്ലമാണത്. അപ്പോൾ അതായത് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ തൊട്ടാണ് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയത്. അന്ന് തുടങ്ങി മമ്മൂക്കയുടെ ഒരു പടം നമ്മൾ മിസ് ചെയ്തിട്ടില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. മമ്മൂക്കാനെ കഴിഞ്ഞിട്ടുള്ളൂ ഫാൻസ് പരമായിട്ട്. മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകനാണ്. മമ്മൂക്കയുടെ ഓരോ സിനിമകളും ഇത് ശരിക്ക് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണങ്ങളുടെ അല്ലെങ്കിൽ പുതുമകളുടെ ഒരു തമ്പുരാനാണ്. എൻ്റെ അച്ഛനും നമുക്ക് ഫ്രണ്ട്സാ, അതേപോലെ ഞാനും ഫ്രണ്ട്സാ, ഒരു മാറ്റമല്ല. കണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അഴിഞ്ഞാട്ടം കുഴപ്പമില്ലായിരുന്നു. അത് എൻ്റെ മനസ്സിലേക്കായി കയറിയത്.
നല്ലൊരു പടം ഇതായിട്ട് തോന്നിയത് എനിക്ക് അതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇഷ്ടമായി. ഇങ്ങനെ നിൽക്കുന്ന സീനാണോ നമുക്കിങ്ങനെ നാക്കണ സീനാണോ? അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത്. മോള് അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ഇനി കളി ദുബായിലായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കയറി പോണത്. ഇനി കളി ഞങ്ങൾ ദുബായിലായിരിക്കും എന്നാണ് സെക്കൻഡ് പാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വരട്ടെ, ദൈവം അനുഗ്രഹിച്ചിട്ട് പടം സെക്കൻഡ് പാർട്ട് വരട്ടെ.